പ്രിയപ്പെട്ടവരെ, നല്ല മനുഷ്യനാരാണ്? ഇവിടെ സമ്പത്തുള്ളവനും പ്രൗഢിയോടെയും പ്രതാപത്തോടെയും അതല്ല വലിയ സ്ഥാനമാനങ്ങളൊക്കെയും ലഭിച്ച് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നയാളാണോ സത്യത്തിൽ നല്ല മനുഷ്യർ എന്ന് പറയുന്നത്? നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. ഒരു വ്യക്തിക്ക് വേണ്ട സഹായങ്ങളൊക്കെയും ചെയ്യാൻ കഴിയുക, ആ വ്യക്തിയാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ നല്ല സ്വഭാവമുള്ള ആളുകളാണെന്ന്. നമ്മുടെയൊക്കെ സ്വഭാവത്തെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വിശന്ന് വലഞ്ഞ് അവശനായ ഒരു നായയെ കണ്ടപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കോരി ആ നായ കൊടുത്തു. ആ നായയുടെ വിശപ്പ് മാറി. ആ നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു എന്നും അദ്ദേഹത്തിന് സ്വർഗം നൽകിയെന്നും ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ സഹായങ്ങൾ നാം ചെയ്യാന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു നായയോട് കരുണ കാണിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകിയെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഭക്ഷണം നൽകുക, വിശന്ന് വലഞ്ഞ ആളുകളൊക്കെയും നമ്മൾ പരിഗണിക്കുക. അതല്ല, ഒരു വ്യക്തി വല്ലാത്ത വിഷമത്തിലാണ്, അദ്ദേഹത്തിന്റെ വിഷമം എന്താണോ എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിന് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുക. ഒന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ, സാമ്പത്തികമായും ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യമായിരിക്കാം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലി കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. പടച്ചോൻ നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്കൊക്കെ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ.